എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ എടാ പ്രാതയായി എന്തൊരു മാമാ തലേന്ന് കയ്യറാ. എന്താ വീട്ടിൽ പോണില്ലേ? എന്തിനാ വീട്ടിൽ പോണത്? എൻ്റെ വീട്ടിൽ പയ്യ എന്താണ് കുഴപ്പം? വീട്ടിൽ പോയ സ്വൈരം ഇല്ലാമ സ്വൈരം സ്വൈരം കാണൂല, സ്വൈരം കിട്ടൂല. ആന്ത് 4 കാലിലല്ലേ ഡെയിലി വീട്ടിൽ പോണത്. അന്തസ്സായിട്ട് 2 ദിവസം പോയി നോക്ക്, സന്തോഷവും കാണും, സ്വൈര്യവും കിട്ടും. മാമ ഞാൻ കുടിച്ചില്ലാമ, ഇതുവരെ കുടിച്ചില്ലാമ. ആ കുടിക്കാനായിട്ട് സമയം ആയില്ലല്ലേ? നിന്റെ കോവില് പൂട്ടാനായിട്ട് 9 മണി ആവൂലേ? അപ്പം പോയി കുടിച്ചാൽ മതി. എൻ്റെ കൂടിയല്ല വീട്ടിലെ പ്രശ്നം. പിന്നെ ആരെ കൂടി? എൻ്റെ പെമ്പറന്നാലും ചെറുക്കനും കൂടെ ഭയങ്കര പ്രശ്നം മാമ. കഴിച്ചു പോടാ. എന്ത് ചെറുക്കനെന്ന് കേട്ടാൽ അവക്കുയിര്, അവളെന്ന് കേട്ടാൽ ചെറുക്കനുയിര്. അവർ തമ്മിൽ പ്രശ്നമൊന്ന് കഴിച്ചു പോടാ. ഉയരും കാര്യങ്ങളൊക്കെ ശരി തന്നെ. ഇപ്പം അവർ തമ്മിലാണ് പ്രശ്നം. അതെന്താടാ പ്രശ്നം? മാമ ചെറുക്കൻ പച്ചവെള്ളം കുടിച്ചിട്ട് 2 ദിവസമായി മാമ. എന്ന് പറ. എന്ത്? ഏതെങ്കിലും പിള്ളേർക്ക് പച്ചവെള്ളം കൊടുക്കുവോ? ചൂടുവെള്ളമില്ലടാ കൊടുക്കാൻ. കഴിച്ച് പോയി മാമ. ഒരുമാതിരി തമാശ പറയാതെ കാര്യം പറയുമ്പോഴത്തേക്ക്. തമാശ അല്ലടാ, ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. മാമ ചെറുക്കൻ സ്കൂൾ വിട്ട് വരുമ്പം അവള് ചായ രാവിലത്തെ എന്തെങ്കിലും പലഹാരം കാണും. അതെപ്പോഴും ഉള്ളത് തന്നെയല്ലേ? ആ നിന്നോട് നേരെ ചെറുക്കൻ ട്യൂഷന് പോവും. വൈകുന്നേരം ഞാൻ പറയാം, മക്കളെ നീ വീട്ടിൽ നിന്നൊന്നും കഴിക്കണ്ട, കുട്ടപ്പണ്ണല്ലേ ചായക്കട, അവിടെ എന്തെങ്കിലും വാങ്ങിച്ച് തിന്നെ, അച്ഛൻ പൈസ കൊടുത്തോളാന്ന് പറയും. അപ്പൊ എന്ന് പറ അവൻ ചായക്കടയെന്ന് കുടിച്ചിരിക്കും. മാമ 2 ദിവസമായിട്ട് അവിടെ നിന്ന് തിന്നിട്ടില്ല, ഒരിടത്ത് വീട്ടിൽ നിന്ന് തിന്നിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല മാമൻ. എനിക്ക് തോന്നുന്നത് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാടാ. മാമ സ്കൂളിൽ മിടുക്കൻ ചെറുക്കല്ലാമ, നല്ല പഠിക്കണ ചെറുക്കല്ല, അവ അടുത്തും വടക്കിനും പയ്യാ വലിക്കുന്ന പോവില്ലാമോ? അതും ഒരു കണക്കിന് ശരി തന്നെ. പിന്നെ എന്തായാലും പറ്റിയത്? ഞാൻ നേരെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞ മക്കൾ എന്തിനാണ് പ്രശ്നം? ചെറുക്കൻ മിണ്ടൂല. ഇനി പിന്നെ നീ അവളടുത്ത് ചോദിക്കാത്തത്? ഞാൻ പിന്നെ ചെറുക്കൻ വെച്ചു, എടാ നീ കാര്യം പറ, അച്ഛാ അതിനുള്ള വഴി ഉണ്ടാക്കാം. എന്നിട്ട് ചെറുക്കൻ മിണ്ടല്ല. എടാ അവളടുത്ത് ചോദിക്കാത്ത കാര്യം എന്തായിരുന്നു? അവളുടെ ചോദിച്ചു മാമ, അവള് കമ എന്നൊരു അക്ഷരം മിണ്ടല്ല. പണ്ടത്തെ പോലെ പെണ്ണുങ്ങൾ ഇപ്പൊ കമാന്ന് മിണ്ടൂല്ല, ഇപ്പൊ വേറെ വാക്കുകളാണ് പറയുന്നത്. മാമ ഒരുമാതിരി എരുതിയിൽ എണ്ണ ഒഴിക്കില്ലാമ, ഞാൻ നീറിയിരിക്കണുണ്ട്, എനിക്കറിയാമോ? നിങ്ങൾ ഒരുമാതിരി പരിഹാസം ഒഴിക്കില്ലാമ. പിന്നെ എരുതിയിൽ എണ്ണയുടെയൊക്കെ വില അങ്ങനെ ഇരിക്കുന്നു. നീ കാര്യം പറ. ഞാൻ അവസാനം 2 എടുത്ത് വെച്ചിട്ട് അവർ 2 മിണ്ടല്ല. അപ്പൊ നീ എന്താ ചെയ്ത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 മിണ്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. എന്നെ മേലെ എന്നെ അന്വേഷിച്ച് വരരുത്. എന്തോമാ? എങ്കിൽ പിന്നെ നീ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട തിരിച്ചു വിളിക്കുവന്ന്. എന്നുവെച്ചാ അവരൊക്കെ ഭയങ്കര സന്തോഷമായി കാണും. പോയി മാമ അങ്ങോട്ട്. എന്തേ? ഞാൻ ഇറങ്ങി 2 പടി വെച്ചപ്പം അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ. അയ്യോ നല്ല സിനിമയാണ്. ശ്രീനിവാസന്റെ സിനിമ TV-യിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. മാമ ശ്രീനിവാസന്റെ സിനിമയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മോള് കിടന്ന് വിളിച്ചത്. മോള് വിളിച്ചാ? ചിഞ്ചുവാ? ഓ അയ്യോ അച്ഛാ പോവല്ലെന്ന് പറഞ്ഞു. ഞാൻ അയച്ച മക്കൾ എന്തിരി അച്ഛാ എനിക്ക് കാര്യം അറിയാം, ഞാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ വായിന്ന് എനിക്ക് കേൾക്കണ്ട. അയ്യോ അതെന്താ? ഇവരെ 2 പേരെ വായിന്ന് കേട്ടാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇപ്പം ഇറങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇറങ്ങിയാ? ഞാൻ ഇറങ്ങി. അപ്പം അവളെന്ന് പറഞ്ഞു, അണ്ണാ പോണ്ട, ഞാൻ കാര്യം പറയാന്ന് പറഞ്ഞു. നിന്റെ ഭാര്യ പറഞ്ഞു? ചെറുക്ക 7 മണിയായപ്പോൾ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുക്കളയിൽ ചെന്നിട്ട് തള്ളയെടുത്ത് ചോദിച്ച്, അമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് അമ്മ തരാത്തെന്ന്. അത് ചോദിച്ചതപ്പം കൊടുക്കാത്ത മോശമല്ലേ? അവള് പറഞ്ഞു, നീ എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലേ? അമ്മേനെ വാട്സപ്പ് എടുത്ത് നോക്കുന്നു. വാട്സാപ്പില്ല? വാട്സാപ്പിൽ എന്തിനാ അവൻ ചോദിച്ചത്? അവൻ 1 ഗ്ലാസ് വെള്ളം ചോദിച്ച തള്ളയെടുത്ത്. അതിനേക്കാളും അവൻ അടുക്കളയിൽ ചെന്ന് നേരിട്ട് ചോദിച്ചൂടെ? എൻ്റെ മാമ ഞാനും ഇതിൻ്റെ ചെറുക്കനെ ചോദിച്ചാടാ, നിനക്ക് തള്ളയെടുത്ത് അടുക്കളയിൽ ചെന്ന് ചോദിച്ചൂടേന്ന്. വലിയ കഷ്ടം മാമ. ഓരോ കുടുംബത്തിൽ ഇങ്ങനെ തന്നെ വയ്യ. എന്ത് കഷ്ടം. വീട്ടിൽ കയറി പോകാൻ വയ്യ, ഒരു സൗകര്യമില്ല. എല്ലാ കുടുംബത്തിലും ഇത് തന്നെടാ പ്രശ്നം. മാമന്റെ കുടുംബത്തിൽ എന്തൊരു പ്രശ്നം? എടാ നിന്റെ മാമന്റെ അടുത്ത് ചോദിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാ? ഒരിടത്ത് പോകൂല. ഇന്ന് വൈകിട്ട് മാമൻ വീട്ടിൽ ചെന്നപ്പോ എവളില്ല. എവിടെ പോയി മാമി? അതെങ്ങനെ എനിക്കറിയാം? അപ്പൊ മാമനെ വിളിച്ച് ചോദിച്ചാണ് മാമ എടുത്തുകാരിക്കില്ല ഫോണ്. എന്നെ വിളിച്ചില്ലടാ. ഇല്ലേ? ഫോണോട് വിളിച്ചില്ലേ? ഇല്ല. അപ്പോഴോ 7 മണിയായപ്പോ വന്നേക്കുന്നേ മാമി. ഞാന് കനപ്പിച്ചൊരു ചോദ്യം ചോദിച്ച്. എന്തിരുന്നു മാമ? പുതിയ പരിഷ്കാരങ്ങളൊക്കെ തുടങ്ങിയാടിയായി. ചോദിക്കണം മാമ, അങ്ങനെ ചോദിച്ചു തന്നെ ആവണം. അപ്പൊ മാമി എന്തിനു പറഞ്ഞു? അവള് പറയാണ്, എന്തൊരു പരിഷ്കാരം പുതിയത്? അപ്പൊ മാമൻ എന്തിനു പറഞ്ഞു? എൻ്റെ അടുത്ത് ചോദിക്കാതെയൊക്കെ പല സ്ഥലങ്ങളിലും പോയി തുടങ്ങിയാന്ന് ചോദിച്ചു. അത് കൊള്ളാം. ആര് പറഞ്ഞു ചോദിച്ചില്ല എന്ന്? ഞാൻ അതല്ലേ ആദ്യം പറഞ്ഞ, മാമനെ വിളിച്ചാണ് ഫോണില്. നോട്ടി. എന്തോ മാമ? അവൾ എൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ വാട്സാപ്പ് എടുത്ത് നോക്കാൻ. വാട്സാപ്പിൽ എന്തിന്? വാട്സാപ്പില് ഞാൻ എടുത്ത് നോക്കിയപ്പം ഇങ്ങനെ എഴുതിയേക്കുന്നു. എന്തിരുന്നു മാമ? നോക്കണം. മാമ നോക്കിയാ? പിന്നെ അവൾ എഴുതിയേക്കുന്നതാണ് ഞാൻ വായിക്കുന്നത്. എന്തിരുന്ന്? നോക്കണം. ഞാൻ അപ്പുറത്തെ കുമാരിയായിട്ട് ആറ്റോ കാവൽ വരെ പോവുകയാണ്.
7 മണി കഴിഞ്ഞേ വരുവുള്ളെന്ന്. അതെന്തരും അമ്മ മാവനെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നോ അമ്മ? എടാ ഇപ്പൊ വിളിയും നൊട്ടിയൊന്നും ഇല്ല. പിന്നെ ഒരടി ദൂരത്തിലിരുന്നാലും വാട്സപ്പിലുള്ള മെസ്സേജ് ആണല്ല ഇപ്പോഴത്തെ പുതിയ പരിഷ്കാരം. എന്തിനും അമ്മ? വാട്സപ്പിലല്ലേ ഇപ്പൊ എല്ലാം പറയുള്ളൂ. തന്നെ വാ